മംഗളമാംഗല്യം മംഗസുമംഗലിക. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് ഡിസംബർ 26 മുതൽ ജനുവരി 6 വരെ. തീർത്ഥാടന കാലം കെങ്കേമമാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദക്ഷിണ കൈലാസമെന്നും മംഗല്യവരദായിനി ക്ഷേത്രമെന്നും അറിയപ്പെടുന്ന തിരുസന്നിധിയാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. അഭീഷ്ടവരദായകനും ക്ഷിപ്രപ്രസാദിയുമായ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി ഇവിടെ വാണരുളുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ തിരുനട തുറക്കൂ എന്നതാണ് ക്ഷേത്രത്തിന്റെ സവിശേഷത. ഈ ദിനങ്ങളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനലക്ഷങ്ങൾ തിരുവൈരാണിക്കുളത്തേക്ക് ഒഴുകിയെത്തും. തീർത്ഥാടന കാലം സുഗമവും ഭക്തിസാന്ദ്രവുമാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 26 വൈകിട്ട് 4:30 അഗൂർമനയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്രയോടുകൂടി തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും രാത്രി 8 മണിക്ക് 12 ദിവസത്തെ നടതുറപ്പ് മഹോത്സവത്തിനായിട്ട് ക്ഷേത്ര നട തുറക്കുകയും ചെയ്യും. നമ്മൾ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ ഈ വർഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ക്യൂ നിൽക്കാൻ, ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 30,000 സ്ക്വയർ ഫീറ്റോളം സ്ഥലമുള്ള വലിയ പന്തലാണ് ഈ വർഷം ഒരുക്കിയിട്ടുള്ളത്. ആ പന്തലിൽ ആവശ്യമായ കുടിവെള്ളം, ബിസ്ക്കറ്റ്, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളമാണ് കൊടുക്കുന്നത്. കുപ്പിവെള്ളം, ആവശ്യമുള്ളവർക്ക് കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്യൂ ഗ്രൗണ്ടിൽ ലഭ്യമായിരിക്കും. ഇതുകൂടാതെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ക്യൂ, വെർച്വൽ ക്യൂ സംവിധാനം ഈ വർഷവുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിംഗ് ഡിസംബർ 17 ആരംഭിച്ചു. സുപ്രസിദ്ധ ഗായിക ശ്രീമതി KS ചിത്രയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് നമുക്ക് എല്ലാ ദിവസവും ഈ 12 ദിവസവും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. ബുക്ക് ചെയ്യുന്നതിന് ഉള്ള സൗകര്യം വെബ്സൈറ്റ് വഴിയുണ്ട്. ആദ്യത്തെ ദിവസം മാത്രം, നട തുറക്കുന്ന അന്ന് മാത്രം രാത്രി 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂറാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളൂ. മറ്റ് ദിവസങ്ങളിൽ 16.5 മണിക്കൂറാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അതിൽ 16 മണിക്കൂറും നമുക്ക് വെർച്വൽ ക്യൂ വഴി മുൻകൂട്ടി ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ക്യൂ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പാർക്കിങ്ങിനുള്ള ദേവസ്വമക പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്കിങ്ങിനുള്ള സൗകര്യവും അതുവഴി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാത്തവർക്ക് നേരിട്ട് വന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 5 പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് നമ്മൾ ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ മുൻ വർഷങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത് തെക്ക് നിന്ന്, അതായത് പാലം കടന്ന് പുഴ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് സൗകര്യമില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ മാറമ്പള്ളിയിൽ ഇതിനു വേണ്ടിയിട്ടൊരു 2.5 ഏക്കർ ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വാഹനങ്ങളിൽ വരുന്നവർക്കും തെക്ക് വശത്തുകൂടി വരുന്ന വലിയ വാഹനങ്ങൾക്കും പാർക്കിങ്ങിനുള്ള സൗകര്യം അവിടെ ലഭിക്കും. തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഭക്തജനങ്ങളെ സൗവർണിക പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്ന പാലം ഇറങ്ങിയിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ ഭക്തജനങ്ങളെ ഇറക്കിയതിന് ശേഷം വാഹനങ്ങൾ
മാറമ്പിള്ളിയിലെ വലിയ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുകയും ശേഷം ദർശനം പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾ മടങ്ങി എത്തിക്കഴിയുമ്പോൾ വീണ്ടും വാഹനം അവിടെ വന്ന് ഇവരെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലാണ് പോലീസും ക്ഷേത്ര ട്രസ്റ്റും കൂടി ഈ പാർക്കിംഗ് സൗകര്യം, ഗതാഗത സൗകര്യവും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുള്ളത്. ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് 2 ക്യൂ ഗ്രൗണ്ട് സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ വെർച്വൽ ക്യൂവിന് ഒരു ക്യൂ ഗ്രൗണ്ട് ഉണ്ട്, അത് കൂടാതെ ജനറൽ ക്യൂവിനും ഒരു ക്യൂ ഗ്രൗണ്ട് ഉണ്ട്. ഈ 2 ക്യൂ ഗ്രൗണ്ടിലുമുള്ള ആളുകൾക്ക് വഴിപാട് സാധനങ്ങളും ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കേണ്ട ദ്രവ്യങ്ങളും വഴിപാട് ദ്രവ്യങ്ങളും ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഈ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് വഴിപാട് ദ്രവ്യങ്ങൾ വാങ്ങി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിൽ ദർശനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന ഭക്തജനങ്ങൾക്ക് അപ്പം, അരവണ, അവല് തുടങ്ങിയ നിവേദ്യ പ്രസാദങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയുടെ വഴിപാടായിട്ടുള്ള മഞ്ഞൾപ്പറയും മഹാദേവന്റെ എള്ളുപറയും നിറയ്ക്കുന്നതിനുള്ള സൗകര്യം ഈ ദർശനം കഴിഞ്ഞിട്ടുള്ള പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ അത് ഭക്തജനങ്ങൾക്ക് ആ സൗകര്യം ഉപയോഗിക്കാം. രാവിലെ 9:30 മണി മുതൽ എല്ലാ ദിവസവും അന്നദാന മണ്ഡപത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള കഞ്ഞി, പുഴുക്ക്, അച്ചാറാണ് ഈ വർഷവും ഭഗവത് പ്രസാദമായി അന്നദാനത്തിന് കൊടുക്കുന്നത്. രാവിലെ 9:30 ആരംഭിക്കും. ഏതാണ്ട് 3 മണി 4 മണി വരെ ആ അന്നദാനം തുടരും. നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് 1 വേ വഴിയാണ്. ആ 1 വേയുടെ സമീപത്ത് തന്നെയാണ് ഈ അന്നദാന മണ്ഡപം ഉള്ളത്. അപ്പോൾ മുഴുവൻ ഭക്തജനങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്ന നിലയ്ക്കാണ് അന്നദാനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിസംബർ 26 വൈകിട്ട് 4:30 അകവൂർ മനയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയ ശേഷം സർവാഭരണ വിഭൂഷിതയായ ശ്രീപാർവതി ദേവിയുടെ നട തുറക്കും. ജനുവരി 6 രാത്രി 8 മണിക്ക് തിരുനട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് സമാപനമാകും. നടതുറപ്പു ദിനങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ രാത്രി 9 വരെയാണ് ദേവീ ദർശനം. ഭക്തർക്ക് ക്യൂ നിൽക്കുന്നതിനായി 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. വഴിപാടുകൾക്കായി ക്യൂവിൽ തന്നെ പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാകും. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം, വാട്ടർ അതോറിറ്റി, KSEB, KSRTC, സ്വകാര്യ ബസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വാഹന പാർക്കിങ്ങിനായി 5 ഇടങ്ങളിൽ ഗ്രൗണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും തിരുവേരാനുകുളം തീർത്ഥാടനം. അൻവർ സാദത്ത് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അടങ്ങിയ സംഘം സ്ഥിതിഗതികൾ തത്സമയം നിരീക്ഷിക്കും. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി KA പ്രസൂൺ കുമാർ, വൈസ് പ്രസിഡന്റ് PU രാധാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി. അങ്കത്തട്ടിൽ അടർക്കലി ഇവളമ്പിൻ തുമ്പിൽ ചുണപ്പുലി, അങ്കത്തട്ടിൽ കരുത്തെഴും വമ്പിൻ കൊമ്പിൽ നിലാവൊളി, അങ്കത്തട്ടിൽ അടർക്കലി ഇവളമ്പിൻ തുമ്പിൽ ചുണപ്പുലി. പെൺകരുത്തിന് പൊൻകരുതൽ. അഭിഷേകം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, PA കുര്യാക്കോസ് ടവർ, സെൻട്രൽ ജംഗ്ഷൻ, അങ്കമാലി.